സഹോസ് ഗുഡ് മോർണിംഗ്, ഗോഡ് ബ്ലസ് യു. ഇന്ന് നമ്മുടെ ക്യാമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. വെട്ടിമറ്റം സ്കൂളിലുള്ള ക്യാമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം. അപ്പോൾ ക്യാമ്പിന് വേണ്ടി പോകാനായിട്ട് ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. ഞങ്ങളാണ് ഇവിടെ ബസ്സിൽ വന്ന ആദ്യത്തെ യാത്രക്കാർ. സീറ്റുകളെല്ലാം ഫ്രീ ആണ്. അപ്പോൾ ഇത് നിറയായിരിക്കും. അതായിട്ട് ഒരുമിച്ച് പോകും. 9:40 ക്യാമ്പ് ആരംഭിക്കും. ജോണിക്കുട്ടി നമ്മുടെ കൂടെ ഉണ്ട്. ജോണിക്കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോസ്, ഇന്നത്തെ ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ ഇന്ന് കാണുക. നമ്മുടെ കുട്ടികൾ വളരെ എനർജറ്റിക്കായിട്ട് ഉണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ അനൗൺസ്മെന്റ് ആണ്. സഹോസ്, ഈ ബസ്സിനാണ് നമ്മൾ വെട്ടിമറ്റത്തിന് പോകുന്ന മരിയ ബസ്. ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പോക്കറ്റിലുള്ള കൊന്തയെക്കുറിച്ച് ഓർത്തത്. ഇന്ന് രാവിലെ ഒരു മഠത്തിൽ കുർബാനയ്ക്ക് പോയപ്പോൾ അവിടെ സിസ്റ്റർ വന്നതാണ്. പരിശുദ്ധ കന്യകാമരത്തിന് മധ്യസ്ഥം ഉണ്ടെന്ന് വീണ്ടും അമ്മ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കൂടെ ഇന്നലെ കണ്ട സഭയുണ്ട്. ഒരുമിച്ചാണ് ഈ ബസ്സിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നലെ പോയത്. സ്കൂളിലെത്തി, അങ്ങനെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഓഡിറ്റോറിയത്തിലൂടെ എത്തുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം കൂടെ വന്നു. ഞങ്ങളുടെ എല്ലാ പ്രദേശത്തിൻ്റെ കൂടെ എത്തി. അപ്പോൾ ടീച്ചേഴ്സൊക്കെ വന്ന് തൽക്കാലത്തേക്കൊരു ശാന്തത ഉണ്ടാക്കി. ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമ്മാനമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്ലാസ് തുടങ്ങി. സെഷൻസ് ഓരോന്നോരോന്നായി തുടങ്ങി. കൂടുതലും പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ദിവസമാണിന്ന്. എല്ലാവരെയും ഇന്ന് രാവിലെ അടിപൊളി പാട്ടുകളൊന്നുമല്ല, പാട്ടൊക്കെ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എത്ര മനോഹരമായിട്ട് നമ്മുടെ സഹോസ് പ്രാർത്ഥിക്കുന്നില്ലേ. ഗോഡ് ബ്ലസ് യു മൈ ഡിയർ സഹോസ്. ഒത്തിരി ത്യാഗമെടുത്ത മനുഷ്യനാണ്. ഒത്തിരി വെയിലേറ്റ മനുഷ്യനാണ്. കഷ്ടപ്പാട് നമ്മളെ പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ഡാൻസും അങ്ങനെയുള്ള പരിപാടികളിലോട്ട് എത്തി. സഹോസ്, നമ്മുടെ കൊച്ചുകൂട്ടുകാർ മാത്രമല്ല, ടീച്ചേഴ്സും ആഘോഷിക്കുകയാണ്. ഇത് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്ററാണ്. സഹോസ്, ക്യാമ്പ് അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒന്ന് ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ പേരിലും എൻ്റെ ക്ലാസ്സിൻ്റെ പേരിലും എൻ്റെ സ്കൂളിൻ്റെ പേരിലും ഞാൻ ഒരുപാട് നിങ്ങൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു സാമുവൽച്ചൻ, താങ്ക് യു ജോസഫ് ഗോഡ്വിൽച്ചൻ, താങ്ക് യു സോണിച്ചേട്ടൻ. ഈ 2 ദിവസത്തെ സെമിനാർ വളരെ നല്ലതായിരുന്നു. പിന്നെ ഇവിടെ വിളിച്ചു നിർത്തിയത് സ്കൂള് മൊത്തം നന്ദിയുണ്ട്. അച്ഛന്മാരും സിസ്റ്റർമാരും എല്ലാവരും നല്ല എനർജിയിലായിരുന്നു. ഒത്തിരി ഇഷ്ടമായി ക്ലാസ്. എല്ലാവർക്കും നന്മ വരട്ടെ. നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച് തന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ട്രീസ ജോസിനും ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു പോരുവാണല്ലോ.
അപ്പോൾ ഇന്ന് നമ്മളെ പാട്ട് പാടി സഹായിച്ചത് നമ്മുടെ ജോണിക്കുട്ടിയാണ്. നമ്മൾ ഫസ്റ്റ് ബ്ലോഗിൽ തന്നെ കാണിച്ചായിരുന്നു. അപ്പോൾ ജോണി പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. ജോണി ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? ഇന്നലെയും നമ്മള് പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ജോണി അടിപൊളിയായിട്ട് പാടി. അത് പിള്ളേരെല്ലാവരും എൻജോയ് ചെയ്തു. അത് നല്ലൊരു കാര്യമാണ്. ദൈവം നൽകിയ വലിയൊരു കഴിവാണ് ജോണി. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കാണുന്നവർക്കും പിന്നെ നമ്മുടെ ദിവസമായിട്ടും എനിക്കും വേണ്ടി ജോണിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പ്ലീസ് സിംഗ്. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനൊരു ടാലന്റ് കിട്ടിയത് ദൈവം എനിക്ക് ഗിഫ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഞാൻ പാടുന്ന പാട്ടും ദൈവത്തിന് നന്ദിയായിട്ട് പറഞ്ഞിട്ടൊരു പാട്ടാണ് പാടുന്നത്. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. അപ്പോ ജോണിക്കുട്ടി പാട്ട് നിങ്ങൾ കേട്ടു. എന്താ ചേട്ടാ? സൂപ്പർ അതെ സൂപ്പറാണ്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം ആണ് നമ്മുടെ എല്ലാം ഉള്ള കഴിവുകൾ. അപ്പോൾ കെട്ടുമറ്റത്തിന്റെ സഹോദരനോട് പറയാനുള്ളത്, ദൈവം നിങ്ങൾക്ക് നൽകിയ കഴിവുകളിൽ വിശ്വസിക്കുക, അത് വളർത്തുക. അവരോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളതേ ഉള്ളൂ. ദൈവം നിങ്ങൾ കഴിവുകളിൽ വിശ്വസിക്കുക, വളർത്തുക. അപ്പോൾ ജോണിക്കുട്ടി ഒത്തിരി നന്ദി. താങ്ക് യു. നിങ്ങളെ നോക്കാൻ പറ്റില്ല കാരണം ഡ്രൈവിങ്ങിലാണ്. അപ്പോൾ പറയാനുള്ള കാര്യം പറയാം. ഇന്നത്തെ ക്യാമ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. നമ്മുടെ പുറകിലുള്ളത് നമ്മുടെ എൽദോ ചേട്ടൻ കാണിച്ചു കൊടുത്തേ. എൽദോ ചേട്ടൻ വന്നതുകൊണ്ട് നമുക്ക് വണ്ടി കിട്ടി. എൽദോ ചേട്ടൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ തിരിച്ചു പോയിരുന്നത്. ചേട്ടാ പോരെ അവരൊന്ന് കടത്തി വിടാൻ. അപ്പോ എൽദോ ചേട്ടാ പറഞ്ഞോ. ഇന്ന് നമ്മുടെ ക്യാമ്പിന്റെ അവസാന സമയത്തല്ലേ എത്തിയത്? എങ്ങനെ തോന്നുന്നു ക്യാമ്പ് കണ്ടിട്ട്? എന്ത് തോന്നുന്നു? ഇന്ന് ഷെയർ ചെയ്ത അനുഭവമൊക്കെ? കുറെ ഈശോയുടെ മക്കളെ ഞാൻ കണ്ടു. പിന്നെ ഈശോയുടെ വിളി ഉള്ളതുകൊണ്ട് മാത്രമാണ് രണ്ടച്ഛന്മാർ അവിടെ ചെന്ന് അവർക്ക് ആ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചത് തന്നെ. പിന്നെ പിള്ളേര് വളരെയധികം എനർജറ്റിക് ആണ്, ഭയങ്കര സഹകരണമായിരുന്നു. അവിടുത്തെ സിസ്റ്റർമാരെയും ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. വളരെ എളിമയോടുകൂടി പിള്ളേരുടെ അത്ര എളിമയോടുകൂടി അവരെ സഹകരിച്ച് കൂടെ നിന്നു. എല്ലാവരും ആ പിള്ളേരെ പിന്നെ ഭാവിയിലെ വലിയൊരു എന്താ പറയുക കുഞ്ഞു മുത്തുകളാണ്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ദിവസം നമ്മുടെ എഴുതച്ചാടന് അധിക സമയമില്ല. വൈകുന്നേരം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ അടുത്തുണ്ടായിരുന്നല്ലോ അവിടെ. അപ്പൊ അതിനുള്ളിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇംപ്രഷനാണത്. അപ്പോൾ അതാണ് പുറത്തുനിന്ന് ഒരാള് നമ്മുടെ കൂടെ ക്യാമ്പിന് ഇപ്പൊ ഞങ്ങൾ അടിപൊളിയാണെന്ന് പറയുന്ന ഒരു കാര്യമില്ല. പുറത്തുനിന്നൊരു ആള് അത് കണ്ടിട്ട് അതിനെക്കുറിച്ച് പറയുന്നതാണ് പ്രധാനമുള്ള കാര്യം. അപ്പോൾ എഴുതച്ചാടിന്റെ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. അപ്പോൾ സപ്പോസ് നമ്മുടെ ജോണിക്കുട്ടി നമ്മുടെ കൂടെ ഉണ്ട്, ഗോൾഡിനച്ചറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിന്റെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.